കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വ്യാജ 498A കൊടുത്തിട്ടുള്ള ശ്രുതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കേസിൻ്റെ അവർക്ക് അനുകൂലമായി മൊഴി നൽകിയിട്ടുള്ള സാക്ഷികളുടെ വിസ്താരമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ കേസിലെ ശ്രുതിയുടെ മാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മൊഴി, അത് കള്ളമൊഴിയാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഈ മൊഴിയിൽ FISൽ ഈ മാമൻ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശ്രുതിയുടെ കല്യാണ സമയത്ത് 30 പവൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടിയതിൽ 25 പവൻ സ്വർണ്ണാഭരണങ്ങൾ ഈ പെൺകുട്ടിയുടെ കയ്യിലും, അതുപോലെ തന്നെ 5.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും ദുരുപയോഗം ചെയ്തു എന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാതും എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെന്ന്, മാമന് അറിയാവുന്ന കാര്യമാണ് എന്നുള്ളതും, ഈ ഭർത്താവ് എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നുമാണ് FISൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ സാക്ഷി വിസ്താരം അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണല്ലേ. സോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, ഈ കേസിൽ നമ്മൾ വിചാരണയ്ക്ക് വേണ്ടി ഇദ്ദേഹത്തിന് സമൻസ് അയക്കുന്നു. സമൻസ് അയച്ചതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം കോടതിയിൽ ഹാജരാകുന്നു. APP ആസ് യൂഷ്വൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിന് ശേഷം നമ്മുടെ സീനിയർ അഡ്വക്കേറ്റിൻ്റെ ക്വസ്റ്റ്യനിങ് ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. അതായത് ഈ പറയുന്ന ശ്രുതിയുടെ മാമനും ശ്രുതിയുടെ അച്ഛനും തമ്മിൽ വർഷങ്ങൾക്ക് മുൻപ് ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു സ്വത്ത് തർക്കം നിലനിന്നിരുന്നു. ആ സ്വത്ത് തർക്കം നിലനിന്നപ്പോൾ ആ സ്വത്ത് തർക്കത്തിൽ ഈ മാമനെ ശ്രുതിയുടെ ഫാദർ നല്ല രീതിയിൽ പറ്റിച്ച് വലിയ ഒരു സംഖ്യ ഇയാൾ കൈക്കലാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അവർ വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ് ഈ ശ്രുതിയുടെ മാമന്, അതായത് ശ്രുതിയുടെ മാമന് ഈ ശ്രുതിയുടെ അച്ഛൻ മുഖാന്തരം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ അതിനെതിരെ പ്രതികരിക്കുവാനോ ആ നഷ്ടപ്പെട്ടു പോയ സംഖ്യ തിരിച്ച് മേടിക്കുവാനോ ഈ മാമനെ സാധിച്ചിരുന്നില്ല. അപ്പോൾ അത് അയാളുടെ മനസ്സിൽ, കാരണം എന്താണ്, പെങ്ങളുടെ ഭർത്താവാണ്, അതുകൊണ്ട് മാത്രമാണ് ഫിസിക്കലി ഒരു ഇഷ്യൂ ഉണ്ടാവാതെ അത് കൊണ്ടുവന്നത്. സോ ആ ഒരു പക ഇയാളുടെ മനസ്സിൽ ഇങ്ങനെ നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ തനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു അവസരം വരുമ്പോൾ അത് ശരിക്കും മുതലാക്കും എന്ന് തന്നെയാണ് ഇയാൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇയാൾക്ക് ഒരു ദിവസം പെങ്ങളുടെ ഫോൺ കോൾ വരുന്നത്. അതായത് ശ്രുതിയുടെ ഭർത്താവ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും മറ്റുള്ള ആണുങ്ങളെ പോലെ ഉള്ളൊരു വ്യക്തിയല്ല. ഒരു കാരണവശാലും 5 പൈസ അനാവശ്യമായിട്ട് ചിലവാക്കുന്നില്ല. നമ്മൾ വിചാരിച്ച പോലെ അയാളൊരു പെൺകോന്തനല്ല. ഒരു വിധത്തിലും ഈ ചെക്കൻ എന്താ പറയുക, നമുക്ക് പെണ്ണിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മാറുന്നവനല്ല. സ്വന്തം അച്ഛനും അമ്മയും സഹോദരന്മാരെയും ഉപേക്ഷിച്ചുകൊണ്ട് ഒരിക്കലും ഭാര്യ വീട്ടിൽ വന്ന് നിൽക്കുവാനായിട്ട് ആ ചെക്കൻ തയ്യാറാകുന്നില്ല തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ആങ്ങളയോട് പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെ തുടർന്ന് ശ്രുതിയുടെ അച്ഛനും കുറച്ച് കാര്യങ്ങൾ ഇയാൾ ഷെയർ ചെയ്തു. അതായത് ശ്രുതി ഗർഭിണിയായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്, വന്ന സമയത്ത് ഇവളുടെ സ്വർണം പണയം വെച്ച് ഞാനൊരു കണ്ടെയ്നർ ലോറി മേടിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ അത് തിരിച്ചു കൊടുക്കാമെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമതൊരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്, അവളുടെ കല്യാണം കഴിയണം, അവൾക്ക് സ്വർണ്ണങ്ങളെല്ലാം കൈമാറണം തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവരോട് പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇതാണ് എനിക്ക് പറ്റിയിട്ടുള്ള ദ ബെസ്റ്റ് അവസരം എന്ന് ആര് തീരുമാനിക്കുന്നു? ഈ മാമൻ തീരുമാനിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. മാമൻ പറഞ്ഞു, ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ നിയമങ്ങളും സ്ത്രീകൾക്ക് അനുകൂലമാണ്. ഞാനിവിടെ ഇയാൾ ഈ എന്താ പറയുക, ഏതോ ഒരു മതത്തിൻ്റെ ആ ഒരു ഏരിയയിലത്തെ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ എന്തൊക്കെയാണ്. അപ്പോൾ അവിടെ നടക്കുന്ന ഒരുപാട് കുടുംബ കലഹങ്ങൾ ഇയാൾ സോൾവ് ചെയ്ത് കൊടുത്തിട്ടുള്ള അനുഭവം ഇയാൾക്ക് ഉണ്ട്. കാരണം ആ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ അടിമാലി പോലെയുള്ള ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഒരു ഹിൽ ഏരിയ ആണ്. അത്ര എഡ്യൂക്കേഷൻ ഉള്ള തോട്ടം തൊഴിലാളികളാണ് അവിടെ അധികം ഉള്ളത്. അപ്പോൾ ഇയാൾ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഇയാളുടെ ആ ഒരു പവറിൻ്റെയോ സംസാരത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ പല കുടുംബ പ്രശ്നങ്ങളും ഇയാൾ സോൾവ് ചെയ്ത് കൊടുക്കാറുണ്ട്.
അപ്പോൾ അതുപോലെ ഇയാളെന്ന് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാ നിയമങ്ങളും പെണ്ണുങ്ങൾക്ക് അനുകൂലമാണ്. നമുക്ക് ഇവനെതിരെ ഗാർഹിക പീഡന നിയമങ്ങൾ, അതുപോലെ തന്നെ IPC 498A മെയിൻ്റനൻസ് കേസ്, അതുപോലെ തന്നെ ചൈൽഡ് കസ്റ്റഡി, ഡിവോഴ്സ് കേസ് തുടങ്ങിയിട്ടുള്ള കേസുകളെല്ലാം കൊടുത്ത് അവന് നമുക്ക് സമ്മർദ്ദത്തിലാക്കാം. ആ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് അവർ ഒന്നില്ലെങ്കിൽ നമുക്ക് 40 or 60 ലക്ഷം കോമ്പൻസേഷൻ തന്നുകൊണ്ട് കേസ് അവസാനിപ്പിക്കും. അല്ലെങ്കിൽ അവനെയും അവൻ്റെ വയസ്സായിട്ടുള്ള അച്ഛനെയും അമ്മയെയും നമുക്ക് ജയിലിൽ കൊണ്ടുപോയി അടപ്പിക്കാനായിട്ട് സാധിക്കും. പോലീസുകാർ അവരെ തല്ലി തമ്പോറമാക്കും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എല്ലാ നിയമങ്ങളും പെണ്ണുങ്ങൾക്ക് അനുകൂലമാണ് എന്ന് ഇയാളുടെ മസാല ചേർത്ത് ഇവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ പൊട്ടന്മാർ അത് മുഴുവൻ വിശ്വസിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് സംഭവിച്ചു, ഈ സ്വർണം എടുത്തിട്ടുണ്ടോ എടുത്തിട്ടില്ലേ എന്നൊന്നും ഇയാൾക്കറിയില്ല. പക്ഷേ അളിയനെ വെക്കണം, അളിയന് പണി കൊടുക്കണം, പെങ്ങൾക്കും പണി കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് അവരുടെ ലൈഫ് അല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതം തകർക്കണം എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് കിട്ടിയ അവസരം ഇയാൾ വിനിയോഗിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു കാര്യങ്ങൾ വളരെ ക്ലിയർ കട്ടായിട്ട് ഇദ്ദേഹം ആ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ ഓപ്പൺ കോർട്ടിൽ പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരാളുടെ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ ആളുടെ ഉദ്ദേശം എന്താണ് എന്ന് തെളിയിക്കുവാനായിട്ട് പറ്റുന്നത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വക്കീലിൻ്റെ ഒരു കഴിവ് തന്നെയാണ് അല്ലേ. അയാൾ ചോദിക്കേണ്ട രീതിയിൽ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് തുടങ്ങിയപ്പോൾ അതിന് കറക്റ്റായിട്ട് ഉത്തരം പറയാതെ ഇരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ സംജാതമാവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും എന്ത് മനസ്സിലായി, ഇയാളും ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും അറിഞ്ഞിട്ടില്ല, വെറുതെ ഒരു സാക്ഷിമൊഴി കൊടുക്കുന്നു. പക്ഷെ ഇയാളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അളിയൻ്റെ ലൈഫ് തകർക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു കള്ള സാക്ഷി മൊഴിയും നമ്മൾ എന്ത് ചെയ്തേക്കാണ്, കോടതിയിൽ പൊട്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്കറിയില്ല ശ്രുതിയുടെ ഭർത്താവ് സ്വർണം മേടിച്ചിട്ടുണ്ടോ, സ്വർണം 5.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ മേടിച്ചിട്ടുണ്ടോ മേടിച്ചിട്ടില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ എനിക്ക് അറിയില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇയാൾ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇയാളുടെ ഈ മൊഴിയും കോടതിയിൽ അയാളുടെ മൊഴിയും ആ കോടതിയിൽ നമ്മൾ രേഖപ്പെടുത്താണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു സാക്ഷിമൊഴിയുടെ വിസ്താരവും അവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് വിസ്തരിക്കാനായിട്ടുള്ളത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെയാണ്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ വിസ്തരിക്കുന്നതിന് മുമ്പായിട്ട് FISലും FIRലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ഫസ്റ്റ് വീഡിയോയോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എങ്കിലും ഞാനത് കറക്റ്റ് ആ ഒരു സെൻറ്റൻസ് കറക്റ്റായിട്ട് എന്തിലാണ് പറഞ്ഞിട്ടുള്ളതെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ വളരെ ക്ലിയർ കട്ടായിട്ട് ഞാനത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ പോയിൻ്റേ ഉള്ളൂ, നിങ്ങൾക്കെതിരെ വരുന്ന ഒരു കേസ് വ്യാജമാണ് എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ നിന്നും നീതി ലഭിക്കും. ആ നീതി ലഭിക്കണം എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, കേസ് കോടതിയിൽ നിങ്ങൾ പ്രൊസീഡ് ചെയ്ത് പോകണം. അതിൻ്റെ എല്ലാ കണ്ടീഷൻസും ഫോളോ അപ്പ് ചെയ്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേസിൻ്റെ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ചലനം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ പറ്റുമെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സമയം എടുത്തുകൊണ്ട് ഇത്രയും എപ്പിസോഡുകളായിട്ട് ഈ ഒരു കേസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ FISഉം FIRഉം ഒന്ന് വാങ്ങിച്ച് കണ്ടിപ്പിച്ചു തരാം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.